വളരെ ട്രേഡിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. അതായത് നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതേപോലെ മാർക്കറ്റ് റിവേഴ്സ് പോണത്. അതായത് മാർക്കറ്റ് ഒരു ദിവസം ഒരു ഫോള് വരുന്നു, എന്തോ കാരണത്താൽ മാർക്കറ്റ് പെട്ടെന്ന് അപ്സൈഡ് പോകണം, നമുക്കറിയില്ല. എന്തോ ഒരു കാരണത്താൽ മാർക്കറ്റ് അപ്സൈഡ് പോകണം, വലിയ വലിയ റാലികൾ മാർക്കറ്റിൽ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ പക്ഷെ ഇതിന്റെ കാരണം പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പലരും പറയുന്നത് കാണാം നമുക്ക്, ഈ മാർക്കറ്റ് അപ്സൈഡ് പോണത് അവിടെ ഇതേപോലെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നു, അതുകൊണ്ട് മാർക്കറ്റ് അപ്സൈഡ് പോയി, അല്ലെങ്കിൽ പാറ്റേൺ ഫോം ആയതുകൊണ്ടാണ്. ഇതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കാം. ക്യാൻഡിൽസ്റ്റിക്കിന്റെ നിങ്ങൾ ഒന്ന് ഞാൻ പറയുന്ന കാര്യം ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ലോജിക്കലി ഒരു ക്യാൻഡിൽസ്റ്റിക് അനുസരിച്ചിട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ ഇതിനെയാണ് പഠിക്കുന്നതെങ്കിൽ, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ലഭിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഓർഡേഴ്സിന്റെ, മാർക്കറ്റിൽ എവിടെയൊക്കെ ബൈ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ സെൽ ഓർഡേഴ്സ് ഉണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഭൂരിഭാഗം പേരും പഠിക്കുന്നതും അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതും ഇതേപോലുള്ള ക്യാൻഡിൽ സ്റ്റിക്കുകൾ എവിടെയൊക്കെ ഉണ്ടെന്നാണ്. ഞാൻ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെയെങ്കിലും എനിക്ക് അതിൽ നിന്ന് തിരുത്താൻ പറ്റിയാൽ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇതിന്റെ പിറകെ പോകരുത്. ക്യാൻഡിൽ സ്റ്റിക്ക് വന്നുകൊണ്ട് മാർക്കറ്റിനൊന്നും സംഭവിക്കില്ല. ഏത് ക്യാൻഡിലും പല സമയത്ത് വരും. അതിലൊന്നും ഒരു കാര്യമില്ല. മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഓർഡേഴ്സ് എവിടെയൊക്കെ ഉണ്ട്, എവിടെയാണ് ഓർഡേഴ്സ് നിൽക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ക്യാൻഡിലിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോ ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഓർഡേഴ്സ് എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന പോലെ അപ്സൈഡ് പോണത്, എങ്ങനെയാണ് അതിന്റെ പിന്നിലെ അടിസ്ഥാനം എന്താണ്, ഇതൊക്കെ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ പോയിന്റ് വൈസ് ആയിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ അതിന്റെ ഒരു ഞാൻ ഡീറ്റെയിൽസ് വിട്ടുപോകും, അപ്പൊ അത് ഉപയോഗിക്കുന്നതിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ ഒരു ഓർഡേഴ്സ്, അതായത് ഒരു ബൈ ഓർഡർ ഉണ്ടെന്ന് കരുതുക. ഇതൊരു ബൈ ഓർഡർ ഉള്ള ഒരു പ്രൈസ് റേഞ്ച് ആണെന്ന് കരുതുക. ഓക്കെ, ഏത് പ്രൈസും ആയിക്കോട്ടെ, മാർക്കറ്റിൽ ഒരു ബൈ ഓർഡർ ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പറയാം. ഈ ഒരു ബൈ ഓർഡർ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ കുറച്ച് സെൽ ഓർഡേഴ്സും ഉണ്ടെന്ന് കരുതാം. ഇതേപോലെ കുറച്ച് സെൽ ഓർഡേഴ്സും മാർക്കറ്റിൽ ഇതുപോലെ ഉണ്ട് എന്ന് കരുതാം. അപ്പോ ഈ ഒരു സെൽ ഓർഡർ കണ്ടോ? ഈ ഒരു സെൽ ഓർഡർ ഇത് ബൈ ഓർഡറിനെ അപേക്ഷിച്ച്, ബൈ ഓർഡർ ഇത്രയും വരുന്നുണ്ട്, ആ ഒരു ബൈ ഓർഡറിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു എമൗണ്ടിലേ ഉള്ളൂ അല്ലെ സെൽ ഓർഡേഴ്സ്. ഇത്തരത്തിലുള്ള ഏരിയാസിൽ വരുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ബൈ ഓർഡേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയ അല്ലേ. ഇത്തരത്തിലുള്ള ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയാസിൽ എത്തുമ്പോഴാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ശരിക്കും. അല്ലാതെ ഇവിടെ ഒരു ക്യാൻഡിൽ വന്നത് കൊണ്ടല്ല. ഇവിടെ ക്യാൻഡിലൊക്കെ വരാതിരിക്കാം, അതിലൊന്നും ഒരു കാര്യവുമില്ല. ക്യാൻഡിൽ നോക്കി നടന്നാൽ നമ്മൾ എല്ലാ കാലവും ക്യാൻഡിലിന്റെ പിറകെ പോകത്തേ ഉള്ളൂ. മാർക്കറ്റ് ഓർഡേഴ്സിന്റെ ബേസിസിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ പറയുന്നേരം ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ഓർഡേഴ്സ് എവിടെയുണ്ടോ അതനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്, ക്യാൻഡിൽ അനുസരിച്ചല്ല. ഓക്കെ, അപ്പോ ക്യാൻഡിൽ പറഞ്ഞു തരാൻ വളരെ എളുപ്പമായതുകൊണ്ട് എല്ലാവരും ക്യാൻഡിലിന്റെ പുറകെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഓർഡേഴ്സിന്റെ ബേസിസിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇനി ഞാൻ പറഞ്ഞു, ഇവിടെ ബൈ ഓർഡേഴ്സ് എവിടെയാണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, ഇതേപോലെ സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബൈയേഴ്സ് എവിടെയാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇതിങ്ങനെ നോക്കിയാൽ പോരല്ലോ, ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് കൂടി പഠിക്കണമല്ലോ. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമേ ഇതിന്റെ റൂൾസ് മനസ്സിലാക്കാം. റൂൾസ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇത് എങ്ങനെയാണ് ഓർഡേഴ്സ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം റൂൾസ്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മുടെ ഈ സെൽ ഓർഡേഴ്സ് കണ്ടോ, സെൽ ഓർഡേഴ്സിന്റെ ഒരു 4-5 ഇരട്ടിയെങ്കിലും ബൈ ഓർഡേഴ്സ് വേണം. ഓക്കെ, മിനിമം 3 ഇരട്ടിയാണ്, ഒരു 4-5 ഇരട്ടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, സെൽ ഓർഡേഴ്സിന്റെ 4-5 ഇരട്ടി ബൈ ഓർഡേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. റൂൾ നമ്പർ 1 മനസ്സിൽ വെച്ചോളാം. റൂൾ നമ്പർ 1 ആണ്, മനസ്സിൽ വെച്ചോളാം. ഓക്കെ, റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ ബൈ ഓർഡേഴ്സ് ഉണ്ടോ, ഇത് നിഫ്റ്റിയുടെ കേസ് ഞാൻ പറയുന്നത്, സ്റ്റോക്കിന്റെ അല്ല, നിഫ്റ്റിയുടെ. സ്റ്റോക്കിന്റെ ഞാൻ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും കേട്ടോ. അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പർ ഞാൻ ബിലോ കൊടുത്തിരിക്കാം. റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ഫ്രീ ഉള്ളപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. വീക്കെൻഡ്സിലായിരിക്കും ഞാൻ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന റിക്വസ്റ്റ്, എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സിനെ അപേക്ഷിച്ച് ഇത്ര ടൈംസ് ഉണ്ടെന്നോ, അത് കൂടാതെ 1 കോടിയിലധികം ബൈ ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം.
അതായത് ഡോമിനേറ്റ് ചെയ്താൽ പോരാ, 1 കോടിയിലധികം ബൈ ഓർഡേഴ്സ് വേണം. അതിനൊരു കാരണമുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നതിന്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ 1 കോടിയിലധികമെങ്കിലും ബൈ ഓർഡേഴ്സ് വേണം. അപ്പൊ 2 റൂളായേ. രണ്ടാമത്തെ റൂള് നമ്മളെ മനസ്സിലായേ. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളുക. 4-5 ഇരട്ടി വേണം, അതോ 3 ഇരട്ടിയിലധികം മിനിമം വേണം. 4-5 ആണ് ഫൈൻ. ഓക്കെ, അതുപോലെ തന്നെ എന്ത് വേണമെന്ന് പറഞ്ഞു? ഇത്രയും 1 കോടിയിലധികം ഓർഡേഴ്സും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചു നോക്കിയിട്ടോളൂ. അടുത്തതായിട്ട് മാർക്കറ്റ് ഇതിന് എബവ് ആയിരിക്കണം ഓപ്പൺ മാർക്കറ്റ് ഇതിന് എബവ് ആയിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്ന ലെവലിന് എബവ് തന്നെ ഓപ്പൺ ചെയ്യണം. ഇത്രയും ഓർഡേഴ്സ് ഇവിടെ ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് ഇതിന്റെ ബിലോ ഓപ്പൺ ചെയ്യണം. ഓവർനൈറ്റ് സെന്റിമെന്റ് ചേഞ്ച് ആകുമ്പോൾ ബിലോ ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? അപ്പോ ഈ ഒരു ലെവല് വർക്ക് ആകില്ല. കാരണം ഇവിടുത്തെ ഓർഡേഴ്സ് എല്ലാം അങ്ങ് കുറയും. അവരത് എക്സിറ്റ് ചെയ്യും. അവർ എക്സിറ്റ് ചെയ്ത് താഴേക്ക് പുതിയ പൊസിഷൻ അവർ എടുക്കും. ബിലോ പുതിയ പൊസിഷൻ എടുക്കും. അതുകൊണ്ട് മാർക്കറ്റ് ഇതിന്റെ ബിലോ ഓപ്പൺ ആയാൽ അത് പരിഗണിക്കാൻ പാടില്ല. മാർക്കറ്റ് ഓപ്പണിംഗ് എവിടെ ആയിരിക്കണം? എബവ് ആയിരിക്കണം. ഓർക്കുക, നമുക്ക് ഈ ലെവൽ തലേ ദിവസം കിട്ടും. ഇത് ലൈവിലല്ല ഈ ഡേറ്റ കിട്ടുന്നേ, ഇത് തലേ ദിവസം കിട്ടും. 3:30 കിട്ടും. നമ്മൾ ലൈവിൽ നോക്കി ബുദ്ധിമുട്ടണ്ട. തലേ ദിവസം 3:30 ഡേറ്റ കിട്ടും. അപ്പൊ ബിലോ മാർക്കറ്റ് എബവ് ആയിരിക്കണം. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലിന്റെ എബവ് ആയിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. എബവ് ആയിരിക്കണം. 3 കണ്ടീഷനായേ. ഞാൻ ഇനി ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. ഇപ്പൊ 3 കണ്ടീഷനായേ. അപ്പൊ ഈ 3 കണ്ടീഷൻ നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. 3 കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ്, ഇത് നമുക്ക് മോശം ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോർണിംഗ് സെഷനിൽ തന്നെ ഈ ട്രേഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോർണിംഗ് സെഷനിൽ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. മോർണിംഗ് തന്നെ, അതായത് ഉച്ചയ്ക്ക് ശേഷം ഒന്നും നോക്കരുത്. കാരണം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഈ ഓർഡേഴ്സ് ചേഞ്ച് ആവും. അപ്പോഴത്തേക്ക് ഓർഡേഴ്സ് എന്ത് ചെയ്യും? തലേ ദിവസത്തെ ഓർഡേഴ്സ് ഒക്കെ മാറി അവിടെ ബൈയും സെല്ലൊക്കെ മാറും. അതുകൊണ്ട് മോർണിംഗ് സെഷനിൽ തന്നെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും പ്രോബബിലിറ്റി വരുന്നത്. ടൈം കഴിയും തോറും പ്രോബബിലിറ്റി കുറഞ്ഞു വരും. അപ്പൊ മോർണിംഗ് തന്നെ, ഇതാണ് 4ാമത്തെ റൂള്. ഈ 4 കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുള്ള എന്തൊക്കെയായിരുന്നു? 3 to 5 ടൈംസ്, 4 or 5 ടൈംസ് ആണ് ഏറ്റവും ബെറ്റർ. 4-5 മടങ്ങ് ബയ്യേഴ്സ് ഉണ്ടായിരിക്കണം. സെല്ലേഴ്സിനെ അപേക്ഷിച്ച് 4-5 മടങ്ങ് ബയ്യേഴ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബയ്യേഴ്സ് എത്ര? 1 കോടിയിലധികം അവിടെ വോളിയം, ആ 1 കോടിയിലധികം ബയ്യേഴ്സ് അവിടെ എന്തായിരിക്കണം? പ്രസന്റ് ആയിരിക്കണം. അടുത്ത എന്താ പറഞ്ഞേ? മാർക്കറ്റ് ഈ ലെവലിന് എബവ് ആയിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിന്റെ ബിലോ പോയി ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇതിന്റെ എബവ് ആയിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. മാർക്കറ്റ് എബവ് ഓപ്പൺ ചെയ്തിരിക്കണം. അടുത്ത എന്താ പറഞ്ഞേ? മോർണിംഗ് തന്നെ, അതായത് ഉച്ചയ്ക്ക് ശേഷമല്ല, മോർണിംഗ് തന്നെ മാർക്കറ്റ് ഇതിന്റെ ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത്രയും റൂൾസ് പറഞ്ഞ് ഇനി നമുക്ക് ശരിക്കുള്ള മാർക്കറ്റിലേക്ക് പോകാം. ഞാൻ ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ശരിക്കുള്ള നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇവിടെ ഡേറ്റ എടുക്കുന്നത്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സെൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇത് ഫ്രീ ആണ് കേട്ടോ. ഇത് ആരും പെയ്ഡ് എടുക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് പെയ്ഡ്, ഇത് നമുക്ക് സിറോദ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട്, സിറോദ ഉണ്ട്, എനിക്ക് തോന്നുന്നു വേറെ ബ്രോക്കേഴ്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് ഇതിനകത്ത് സൈനിങ് ചെയ്യാൻ പറ്റും. പെയ്ഡ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഡേറ്റ കിട്ടും. ഓക്കെ, ഇതിനകത്ത് OI ചേഞ്ച് എന്ന് പറഞ്ഞ ഡേറ്റ എടുക്കുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റ് OI എന്ന് പറയുന്ന ഡേറ്റ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് എടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ പ്രൈസ് റേഞ്ചിലാണ് ഇതിനകത്ത് ബയ്യേഴ്സ് സെല്ലേഴ്സ് പ്രസന്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇത് ഈ സെൻസിബിൾ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ ബേസിസിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇനി പറയുന്ന റൂളുകൾ ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ഈ ഡേറ്റ തലേ ദിവസമാണ് എടുക്കുന്നത്. ഇവിടെ കണ്ടല്ലോ, ഈ റെഡിൽ കാണുന്നതെല്ലാം സെല്ലേഴ്സ് ആയിട്ടും ഈ ഗ്രീനിൽ കാണുന്നതെല്ലാം ബയ്യേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിലെ ബയ്യേഴ്സ്, കോളും പുട്ടൊക്കെ വിടുക, അതൊക്കെ മാറ്റി വയ്ക്കാം. ഗ്രീൻ ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്, ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത്, അതെല്ലാം തന്നെ എന്താണ്? ബയ്യേഴ്സിന്റെ സ്ട്രെങ്ത് ആണ്. ബയ്യേഴ്സിന്റെ സ്ട്രെങ്ത്. നിഫ്റ്റിയുടെ കേസാ പറയുന്നത് കേട്ടോ. സ്റ്റോക്കിൽ ഇത് യൂസ് ചെയ്യരുത്. സ്റ്റോക്കിൽ യൂസ് ചെയ്യുന്നതിന് വേറെ ഉണ്ട്. സ്റ്റോക്കിലൊക്കെ പറ്റും. സ്റ്റോക്കിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ വേറെയാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുക? ഈ ഗ്രീൻ ആയിട്ട് നോട്ടിഫൈ ചെയ്യുന്നത് ബയ്യേഴ്സിനെയാണ് എന്ന് ഓർക്കുക. അതേപോലെ റെഡ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് സെല്ലേഴ്സിനെയാണ് എന്ന് ഓർക്കുക. അപ്പൊ ഇനി നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു ക്യാൻഡിലും വേണ്ട, ഒരു ക്യാൻഡിൽ സ്റ്റിക്കും വേണ്ട നമുക്ക്. ഇനി മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് റൂൾ നമ്പർ 1 നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഇത് 10ാം തീയതി ഡേറ്റ് ആണ് നമ്മൾ കാണുന്നത്.
10-ാം തീയതിയാണ്. ലെഫ്റ്റിൽ ഡേറ്റ് കാണാം, 10-ാം തീയതിയാണ്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്? ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്തായാലും ഇതെല്ലാം റെഡ് ആണ്, ഇതൊന്നും അല്ല. അപ്പൊ ഇവിടെ എവിടെയാണ്? ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന ഈ സെന്റർ ബ്ലാക്ക് ലൈൻ കണ്ടോ, അവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും അടുത്തുള്ള ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്? ഇതല്ലേ, ഈ റേഞ്ച് അല്ലേ? ആ റേഞ്ച് എത്രയാണ്? 25,500 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്, 25,500. ആ പ്രൈസ് റേഞ്ചിൽ എത്ര ബയ്യേഴ്സ് സെല്ലേഴ്സ് ഉണ്ടെന്ന് നോക്കി, എത്ര ഉണ്ടെന്ന് നോക്കി. ആ റെഡ് ആണ് സെല്ലേഴ്സിന്റെ. അപ്പൊ എത്ര സെല്ലേഴ്സ് ഉണ്ടെന്ന് നോക്കി. 42 ലക്ഷം സെല്ലേഴ്സ് ഉണ്ട്, 1.3 കോടി ബയ്യേഴ്സ് ഉണ്ട്. അപ്പൊ ഏകദേശം 3 ഇരട്ടിക്ക് മുകളിലായി. 42 ലക്ഷത്തിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 1,26,00,000 അല്ലെ? 1 കോടി. അതിന്റെ എബവ് ബയ്യേഴ്സ് ഉണ്ട്. സെല്ലേഴ്സിന്റെ 3 ഇരട്ടിയിലധികം ബയ്യേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു റൂള് എന്ത് ചെയ്തിട്ടുണ്ട്? പാസ് ആയിട്ടുണ്ട്. രണ്ടാമത് എന്താണ്? 1 കോടിക്ക് എബവ് ബയ്യേഴ്സ് വേണമെന്ന് പറഞ്ഞു. അത് പാസ് ആവുന്നുണ്ടോ നോക്കി. 3 ഇരട്ടിയിലധികം ഉണ്ട്, അത് പാസ്സായി. 1 കോടിക്ക് എബവ് ഉണ്ടോ നോക്കി. ഉണ്ട്. 1.37. 4-5 മടങ്ങ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, അതിപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ 1.37. അപ്പൊ 1 കോടിക്ക് അധികം ഉണ്ട്. 25,500-ൽ 1 കോടിക്ക് അധികം ഡേറ്റ ഉണ്ട്. ഇനി അടുത്തത്, ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാ നോക്കേണ്ടത്? മാർക്കറ്റിലാണ് നോക്കേണ്ടത്. ഇത് 10-ാം തീയതി അല്ലേ? നമുക്ക് 11-ാം തീയതിയത്തെ ഡേറ്റ് എടുക്കാം. 11 എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതാണ് 11-ാം തീയതി എന്ന് പറയുന്നത്. 11-ാം തീയതി നമ്മൾ ഏത് ലെവലാണ് ആദ്യം നോക്കിയത്? 25,500 എന്ന് പറയുന്ന ലെവല്. 25,500-ൽ ബയ്യേഴ്സ് ഉണ്ട്. ഇവിടെയുണ്ട് ബയ്യേഴ്സ് ഉണ്ട്, ഇവിടെ എല്ലാം ബയ്യേഴ്സ് ഉണ്ട്. ഇതെല്ലാം ബയ്യേഴ്സ് ഉള്ള റേഞ്ച് ആണ് ഇതെല്ലാം. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ എടുക്കുന്നത്, 25,500 എന്ന് പറയുന്നത്. ആ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, 25,500 എന്ന് പറയുന്ന റേഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് 25,500 എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം, ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം, ഗ്രീൻ കളർ കൊടുക്കാം. 25,500 ഇവിടെ നോക്കി. ഇതാണ് കൃത്യം 25,500 ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. 25,500 എന്ന് പറയുന്ന റേഞ്ച് ആണ്. ഇതിനൊരു ബഫർ കൊടുക്കും, ഒരു 20 പോയിന്റ് അപ്സൈഡ് ഡൗൺ സൈഡും, ഏകദേശം ഒരു ബഫർ. ഇതിവിടെ സോൺ ആയിട്ട്, നമ്മൾ ലൈൻ ആയിട്ടല്ല, സോൺ ആയിട്ട് കണ്ടോ. ആ റേഞ്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് 20 പോയിന്റ്സിനൊക്കെ അടുത്ത് വരുന്ന ഒരു നോക്കി, ഒരു 20 പോയിന്റ്സിനൊക്കെ അടുത്ത് വരുന്ന ഒരു ബഫർ നമുക്ക് എപ്പോഴും കൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ. അപ്പൊ ഒരു 20 പോയിന്റ്സിന്റെ ബഫർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നോക്കി. മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഇതിന്റെ എബവ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് എടുത്തു പറഞ്ഞില്ല. മാർക്കറ്റ് എബവ് ആണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ നോക്കി, എബവ് ആണ് ഓപ്പൺ ചെയ്തത്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്താണ്? ഇതിന്റെ എബവ് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയോ? പോരാ. മാർക്കറ്റ് എന്ത് ചെയ്യണം? മോർണിംഗ് തന്നെ ഇവിടെ വരണം, മോർണിംഗ് സെഷൻ. ഇതിപ്പോ രാവിലെ തന്നെ ആദ്യത്തെ ഒരു 10 മണി ആയപ്പോ തന്നെ മാർക്കറ്റ് എന്ത് 9:45 തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് കണ്ടീഷനും എന്തായിട്ടുണ്ട്? നമ്മുടെ 4 കണ്ടീഷനും ഇവിടെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ ആണ്, മാർക്കറ്റ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നതിന് ശേഷം ഒരു വലിയ ഫോളിന്റെ തുടക്കമായിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ബൈ ഓർഡേഴ്സ് ഉള്ള റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. മാർക്കറ്റ് അവിടെ നിന്ന് പിന്നെ എന്താ നടന്നു നോക്കി, ഒരു വലിയ റാലി നടന്നിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, കൃത്യം ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു റാലി നടന്നിരിക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് വന്നേ? ഇവിടെ ഏതെങ്കിലും ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നതുകൊണ്ടാണോ റാലി വന്നത്? ഒരു ക്യാൻഡിലും വന്നതുകൊണ്ടല്ല, ഒരു ചാർട്ട് പാറ്റേണും വന്നതുകൊണ്ടല്ല, അവിടെ ഓർഡേഴ്സ് ഉള്ളത് കൊണ്ടാണ് വന്നത്. അല്ലാതെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്? അവിടെ ക്യാൻഡിൽ ഉള്ളത് കൊണ്ട്, അവിടെ ചാർട്ട് പാറ്റേൺ ഉള്ളത് കൊണ്ട്, ഇന്ന ചാർട്ട് പാറ്റേൺ വരുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോകും. ഒരു ചാർട്ട് പാറ്റേണും അല്ല, മാർക്കറ്റിൽ എവിടെയാ ഓർഡേഴ്സ് ഉള്ളത്, ആ ഓർഡേഴ്സ് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കാം. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കേൾക്കുന്ന ഒരു കുറച്ച് പേരാണെങ്കിൽ അവരെങ്കിലും മനസ്സിലാക്കുക, ഓർഡേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, മറ്റ് ചാർട്ട് പാറ്റേൺസോ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോ അടിസ്ഥാനത്തിലല്ല. ദയവ് ചെയ്ത് അതിന്റെ പുറകെ പോയി ഒരുപാട് ടൈം വേസ്റ്റ് ആക്കി കളയാതിരിക്കുക. ഇഷ്ടംപോലെ ടൈമാണ് ഒരുപാട് ആൾക്കാർ ഈ പാറ്റേൺസ് നോക്കി കളയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള മാർക്കറ്റിലുള്ള ലെവൽസ് മനസ്സിലാക്കുക. ഇത് എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാ ദിവസവും ഒന്നും വരില്ല. ഇത് വരുന്ന ദിവസങ്ങളുണ്ട്, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത് വിട്ടേക്കുക. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ആക്യുറസി കൂട്ടാൻ ഇനിയും ഡേറ്റ ഉണ്ട്, ഇനിയും ഒരുപാട് ഡേറ്റാസ് ഉണ്ട് ഇതുപോലത്തെ. ഇത് ഒറ്റ ഡേറ്റയാണ്. ഞാനിപ്പോ എല്ലാം കൂടി എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഒരൊറ്റ ഡേറ്റ പറയുന്നു, ഈ ഒരൊറ്റ കാര്യം മാത്രം എത്ര നന്നായിട്ട് വർക്ക്. ഇനിയും ചാർട്ട് നോക്കാം, നമുക്ക് ഇനിയും നോക്കാം. ഈ ഒരൊറ്റ കാര്യം മാത്രം എന്തുമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കി. അപ്പൊ ഇതുപോലത്തുള്ള 3-4 കാര്യങ്ങൾ നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേഡ് മാർക്കറ്റിനെ മനസ്സിലാക്കിയാൽ എന്ത് ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്ന് നോക്കി. ഒരു ക്യാൻഡിൽ നോക്കാതെ എന്ത് ക്ലാരിറ്റിയാണ് കിട്ടുന്നത് ചിന്തിച്ചു നോക്കി.
ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന, ഞാൻ ട്രേഡിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴോ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോഴോ ഞാൻ എപ്പോഴും ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് ഈ പറയുന്ന പാറ്റേൺസിന്റെ പിറകെ പോകരുത്, ഓർഡേഴ്സ് എവിടെയാണെന്ന് പഠിക്കുക. ഇത് അതിനുള്ള ഒരു വഴിയാണ്. ഇത് ഒരു ടൂളാണ്. ഈ ടൂള് മാത്രമായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ, ഇത് ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത്. ഇതിന്റെ കൂടെ ഇനിയുണ്ട്. ഇത് മാത്രമായിട്ട് തന്നെ ഇത്ര നന്നായിട്ട് വർക്കാവും. അപ്പൊ ഇതിന്റെ കൂടെയുള്ള ടൂൾസും കൂടെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചുള്ള ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. അടുത്ത നമുക്ക് ഇനി ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് എല്ലാ ദിവസവും കണ്ടോ, ഈ പറയുന്ന ബയ്യേഴ്സിന് ഡോമിനേഷൻ ഉള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും കാണില്ല. എല്ലാ ദിവസവും ഒന്നും മാർക്കറ്റിൽ കണ്ടോ, ഇവിടെ ഒന്നും ബയ്യേഴ്സിന് ഡോമിനേഷൻ ഇല്ല, ബയ്യർ ഡോമിനേഷൻ ഉള്ള ഏരിയാസ് ഇല്ല. ആ ദിവസങ്ങളിലല്ല ഇത് എടുക്കേണ്ടത്. ഈ ഡേറ്റ് ആ ദിവസങ്ങളിലല്ല നമ്മൾ എടുക്കുന്നത്. ഇവിടെ വന്നു കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയപ്പോ കണ്ടോ, ഇവിടെ ഒന്നും ഒരു ഡോമിനേഷൻ ഉള്ള ഏരിയ ഇല്ല. ഇവിടെ ഒന്ന് നോക്കി, 1 കോടി വോളിയം ഇല്ല, മാത്രമല്ല 3-4 ഇരട്ടി ഇല്ല. അപ്പൊ കണ്ടോ, ഇവിടെയൊന്നും ഇല്ല. പക്ഷെ അടുത്ത വന്നിരിക്കുന്നത് ഈ ഒരു ഡേറ്റിലാണ്. ഈ ഡേറ്റില് കണ്ടോ, 17-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റില് ഇവിടെ കൃത്യമായിട്ട് ഒരു ഡോമിനേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എടുക്കാത്തതിന്റെ റീസൺസ് ആണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെയൊന്നും 1 കോടിയൊന്നും വോളിയം ഇല്ല, അതേപോലെ ഞാൻ പറയുന്ന ഡോമിനേഷൻ ഇല്ല. അപ്പോ അടുത്തതായിട്ട് ഈ 17-ാം തീയതി ഇതേപോലെ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് കണ്ടീഷൻ ബൈ കണ്ടീഷൻ ആയിട്ട് നോക്കാം. റൂൾ നമ്പർ 1 എന്തായിരുന്നു? 4 ഇരട്ടിയിലധികം, 3-4 ഇരട്ടി എങ്കിലും ബയേഴ്സ് ഉണ്ടായിരിക്കണം സെല്ലേഴ്സിന് അപേക്ഷിച്ച്. നോക്കി, 33 ലക്ഷം സെല്ലേഴ്സ് ഉള്ളപ്പോ 1.4 കോടി ബയേഴ്സ് ഉണ്ട്. 33 ലക്ഷത്തിന്റെ 4 ഇരട്ടി എന്ന് പറയുന്ന ഏകദേശം 3 ഇരട്ടി എന്ന് പറയുന്ന 99 ആയിട്ടുള്ളൂ, 99. അപ്പൊ അതിന്റെ 4-5 ഇരട്ടി ഉണ്ട് ഇവിടെ ബയേഴ്സ്. അപ്പൊ സെല്ലേഴ്സിന്റെ 4 ഇരട്ടിയിലധികം അല്ലെങ്കിൽ 3 ഇരട്ടിയിലധികം ബയേഴ്സ് ഉണ്ട്. 4 ആണ് ഏറ്റവും നല്ലത് കേട്ടോ, 4-5 ആണ് നല്ലത്. 3 മിനിമം ത്രഷ് ആണ് 3 എന്ന് പറയുന്നത്. 4 or 5 ഈസ് ബെറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ അതുണ്ട്. കണ്ടീഷൻ നമ്പർ 1 പാസ് ആയിട്ടുണ്ട്. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? കണ്ടീഷൻ നമ്പർ 2 എന്തായിരുന്നു? 1 crore എബവ് വോളിയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 1 crore എബവ് വോളിയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 1 crore എബവ് വോളിയം ഉണ്ടോ നോക്കി, അവിടെ ബയേഴ്സ് ഉണ്ടോ നോക്കി, ഉണ്ട്. 1.42 crore. അപ്പൊ 1 കോടിക്ക് എബവ്. കണ്ടീഷൻ നമ്പർ 2 പാസ്സായേ. കണ്ടീഷൻ നമ്പർ 3 ഇനി നമ്മൾ ചാപ്റ്ററിലല്ലേ നോക്കേണ്ടത്? ഇത് ഡേറ്റ് 17 അല്ലേ? അപ്പൊ 18-ാം തീയതി നമുക്ക് നോക്കാം. 17 എന്ന് പറയുമ്പോൾ 18-ാം തീയതി. നമ്മൾ 17-ത്തെ ഡേറ്റ് 18-ലാണ് യൂസ് ചെയ്യുന്നത്. തലേ ദിവസം ഡേറ്റ് എടുക്കുകയല്ലേ, നമ്മൾ ലൈവിലല്ലല്ലോ നോക്കുന്നത്. 18-ാം തീയതി ഇവിടെ 18-ാം തീയതിത്തെ ഡേറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്, 18-ാം തീയതി. അപ്പോ നമ്മുടെ റേഞ്ച് ഏതാണ്? ഇവിടെ ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ആദ്യം മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു സെന്ററിലാണ്. മാർക്കറ്റിലെ നമ്മൾ ഈ നോക്കിയ റേഞ്ച് ഏതാണ്? 25,900 എന്ന് പറയുന്നത്, 25,900 എന്ന് പറയുന്ന റേഞ്ച് ആണ്. അപ്പൊ നമുക്ക് ആ റേഞ്ച് ഒന്ന് നോക്കാം, എവിടെയാണെന്ന് നോക്കാം. 25,900 എന്ന് പറയുന്ന റേഞ്ച്, 25,900 എന്ന് പറയുന്ന റേഞ്ച് ഇതാണ് കേട്ടോ. 25,900 എന്ന് പറയുന്ന റേഞ്ച് അതാണ്. നമ്മൾ അതിന് ബഫർ കൊടുക്കുകയാണ്. 20 പോയിന്റ്സ് അപ്പും ഡൗൺ സൈഡും ആയിട്ട് ബഫർ കൊടുക്കുകയാണ്. ഏകദേശം ഒരു 20 പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബഫർ, അതായത് സോൺ ആയിട്ട് എപ്പോഴും മാർക്ക് ചെയ്യുക. ഒരു ലൈന് പകരം സോൺ ആയിട്ട് കണ്ടോ, ചെറിയൊരു സോൺ കൊടുക്കുക എപ്പോഴും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഒരു സോൺ ആയിട്ട് കൊടുത്തേ. കൃത്യം ഇവിടെ നോക്കി, ഈ സോൺ ഇല്ലാതെ തന്നെ എല്ലാവർക്കും അത് കാണാം. കണ്ടോ, സോൺ ഇല്ലാതെ തന്നെ അതിന്റെ പ്രത്യേകത കാണാം. അപ്പൊ ഒരു സോണും കൂടെ ആയിട്ട് മാർക്ക് ചെയ്തേ. ഒരു 20 പോയിന്റ്സ് ബഫർ കൊടുത്ത് ഒരു സോൺ കൊടുത്തേ. ഇനി നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? മാർക്കറ്റ് നമ്മുടെ ലെവലിന് എബവ് ആണ് ഓപ്പൺ ആവേണ്ടത്. എബവ് ഓപ്പൺ ആയിട്ടുണ്ടോ? ഉണ്ട്. എബവ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെയാണ്, ഈ റേഞ്ചിലാണ്, എബവ് ആണ്. റൂൾ നമ്പർ 3 പാസ്സായേ. റൂൾ നമ്പർ 4 എന്തായിരുന്നു? മാർക്കറ്റ് എബവ് ഓപ്പൺ ആയാൽ മാത്രം മതിയോ? പോരാ, അതിന്റെ കൂടെ എന്തും കൂടെ വേണമെന്ന് പറഞ്ഞു. മോർണിംഗ് തന്നെ മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വരണം എന്ന് പറഞ്ഞു. മോർണിംഗ്, അല്ലാതെ ഉച്ചയ്ക്ക് ശേഷമല്ല. ഉച്ചയ്ക്ക് ശേഷം മോർണിംഗ് സെഷനിൽ ആദ്യത്തെ അരമണിക്കൂറിലോ 1 മണിക്കൂറിലേക്ക് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ ആദ്യത്തെ, കാരണം ആ സമയത്ത് ആ ഓർഡേഴ്സ് അവിടെ ഉണ്ട്, അത് എക്സിറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ മാർക്കറ്റ് മോർണിംഗ് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. എന്താ നേരത്തെ കണ്ട അതേപോലെ നടന്ന് കണ്ടോ. മാർക്കറ്റ് അവിടെ വന്ന സമയത്ത് എന്താ പറ്റിയേ? അവിടെ നിന്ന് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. കണ്ടോ, മാർക്കറ്റ് അവിടെ നിന്ന് ഷൂട്ടപ്പ് ചെയ്ത് പോണത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണ് ഈ പോണത്? ഏത് ചാർട്ട് പാറ്റേൺ വന്നുകൊണ്ടാ? ഒരു ചാർട്ട് പാറ്റേണും ഇല്ല. ഈ ചാർട്ട് പാറ്റേൺ അല്ലെ തന്നെ എപ്പോഴാ ഫോം ആവുന്നേ? ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നു, ഇത് ഡബിൾ ബോട്ടം. എന്തിന്? അവിടെ ആൾറെഡി ബോർഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. ഈ പാറ്റേൺ എല്ലാം വരുന്നതിന് മുമ്പ് നമുക്ക് അറിയാലോ. അതാണ് ഓർഡേഴ്സ് മനസ്സിലാക്കിയുള്ള അഡ്വാൻറ്റേജ്. അതാണ് ഓർഡേഴ്സ് മനസ്സിലാക്കിയാൽ ഇതാണ് അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു പാറ്റേൺ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പിന്നീട് വരുന്ന, അതൊക്കെ ഡിലേഡ് ആണ്. നമ്മൾ നോക്കേണ്ടത് ഇതിന് മുൻപേ ഓർഡേഴ്സ് തലേ ദിവസം നോക്കിയാണ്. ലൈവിൽ പോലും അല്ല, തലേ ദിവസം നോക്കിയാണ്. ഒരു ലൈവിലെ ഒരു പാറ്റേൺ, ഈ ചാറ്റ് പാറ്റേൺസ് ഒക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഡൗട്ട് ആവുന്നത്. അയ്യോ, ഇത് ഞാൻ നോക്കിയ പാറ്റേൺ ആണോ?
ഇങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം, ഇത് ഞാൻ നോക്കിയ പാറ്റേൺ ആണോ, ഇത് ഇങ്ങനെയാണോ, കറക്റ്റ് ആണോ? മൊത്തം കൺഫ്യൂഷനാ ലൈവിന്. ഇവിടെ ലൈവിൽ ഒരു കാര്യവും അനലൈസ് ചെയ്യാനില്ല. ഇത് തലേ ദിവസം മാർക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, പിന്നെ ലൈവിൽ നമുക്ക് എന്ത് അനലൈസ് ചെയ്യാനുള്ളത്? ഇതെല്ലാവർക്കും ഒരേ ലെവലല്ലേ? ഇതെല്ലാവരും പല ലെവലും മാർക്ക് ചെയ്യില്ല. അപ്പൊ എന്തുമാത്രം അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ഓർഡേഴ്സ് മനസ്സിലാക്കിയാൽ ഈ വീഡിയോ ഇത് ഇത്ര പേരെ കണ്ടു വന്നിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഇത് പാറ്റേൺസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ പലരും കാണില്ല, സ്കിപ്പ് അടിച്ച് പോകും. കുറച്ച് പേരായിരിക്കും കാണുക, വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. കാരണം പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് എപ്പോഴും പാറ്റേൺ ആകുമ്പോൾ ഇതൊരു റെഡ് ഗ്രീൻ, ഇത് വരുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ്, അതൊക്കെ കേൾക്കാൻ എളുപ്പമുണ്ട്, കാണാൻ നല്ല ഇതുണ്ട്. കാരണം സ്ക്രീനിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ കാണാം, ഓക്കെ, പാറ്റേൺസ് ഇങ്ങനെ കാണാം. ഈ ഓർഡേഴ്സ് ഇതേപോലെ കാണാൻ പറ്റില്ല. ഈ ഓർഡേഴ്സ് ഇതുപോലെ നമ്മൾ പോയി എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ല വിഷ്വലി കാണാൻ പറ്റുന്നത്. എല്ലാവരും അതിന്റെ പുറകെ പോകില്ല. എല്ലാവരും പോകുന്ന എന്താണ്, പെട്ടെന്ന് വിഷ്വലി ഇങ്ങനെ നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന എന്താണോ അതിന്റെ പുറകെ പോകും. അത് തെറ്റ് പറയുന്നില്ല, പക്ഷെ ഞാൻ കുറച്ച് പേരെങ്കിലും തിരുത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ പിറകെ അല്ല നമ്മൾ പോകേണ്ട, ഓർഡേഴ്സ് എവിടെയാണെന്ന് നോക്കി അതിന്റെ പിറകെ പോവുക. ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് ഓർഡേഴ്സിന്റെ പുറകെ അല്ലെങ്കിൽ ഓർഡേഴ്സിനെ കുറിച്ച് പഠിക്കുക, ഓർഡേഴ്സിന്റെ ഡേറ്റ എവിടെയാണെന്ന് പഠിക്കുക. സ്വന്തമായിട്ട് പഠിക്കുന്നവരടുത്തും കൂടിയാ പറയുന്നത്, ഓർഡേഴ്സ് എവിടെയാണെന്ന് പഠിക്കുക. അല്ലാതെ പാറ്റേൺസിന്റെ പിറകെ പോയി ടൈം കളയാതിരിക്കുക. ഇഷ്ടം പോലെ 3, 4, 5, 10 വർഷമായിട്ട് ആ ഡേറ്റ അറിയാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഡേറ്റ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടന്റ് സെർച്ച് ചെയ്താൽ 90% വരാൻ പോകുന്നത് എന്തെങ്കിലും ചാർട്ടോ എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ ആയിരിക്കും, വേറെ ഒന്നും വരാൻ പോകുന്നില്ല. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ ഓർഡേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞു തരുന്ന വീഡിയോസ് വളരെ കുറവാണ്. ഒന്നെങ്കിൽ അത് ചെയ്യുന്നവർ അത് പറഞ്ഞു തരില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് പറയുകയാണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ വേണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം, എന്നെ നമ്പർ താഴെ ഉണ്ടാവും, പക്ഷെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്നെ കിട്ടണമെന്നില്ല. കാരണം എനിക്ക് തിരക്കുണ്ടായിരിക്കും. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ മാക്സിമം തിരിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെസ്സേജ് ഇടുന്ന സമയത്തോ ഞാൻ എപ്പോഴായാലും കാണും. ഞാൻ ഡെയിലി എപ്പോഴും ഫ്രീ ആയിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് വീക്കെൻഡ്സിലായിരിക്കും, അല്ലെങ്കിൽ ചില ഹോളിഡേയ്സിലൊക്കെ ആയിരിക്കും ഫ്രീ വരുന്നത്. ആ സമയത്ത് ഞാൻ തീർച്ചയായിട്ടും കാണുമ്പോൾ മെസ്സേജ് ഇടുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്. അത് ഞാൻ വീക്കെൻഡ്സിലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ അത് എടുത്ത് പറയുന്നതിന്റെ കാരണം പലരും എന്നെ വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല കേട്ടോ. ഞാൻ ഫ്രീ ആയിരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഫ്രീ ഉള്ള സമയത്ത് ഞാൻ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. ഞാൻ കണ്ടാൽ മാക്സിമം ഞാൻ തിരിച്ച് വിളിക്കാനും അല്ലെങ്കിൽ തിരിച്ചൊരു മെസ്സേജെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഡൗട്ടൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനത്, കാരണം ഡൗട്ട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഫ്രീ ഉള്ളത് നോക്കി തിരിച്ച് മെസ്സേജ് അയക്കും, എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. വന്നില്ല എന്നുണ്ടെങ്കിൽ, തിരിച്ച് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വിട്ടുപോകുന്നതായിരിക്കും, തിരക്കിൽ വിട്ടുപോകുന്നതായിരിക്കും, മനഃപൂർവ്വം അല്ല കേട്ടോ. ഓക്കെ. അപ്പോ ഈ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനിപ്പോ 1-2 എക്സാമ്പിൾ കാണിച്ചു തന്നു. ഇപ്പൊ തന്നെ വീഡിയോക്ക് ആൾറെഡി കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇനി ഒരുപാട് ലെങ്ത് കൊണ്ടുപോകണില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കി അത്രയും സന്തോഷം. സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ. കാരണം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് മുൻപത്തെ വീഡിയോസിലായാലും ഞാൻ ഇതിന്റെ സെൽസ് ആയിട്ട് മുമ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെല്ലിംഗ് വരുന്ന എങ്ങനെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്ക് നല്ല കുറച്ച് പേർക്കൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്, അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അത്തരം കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആരും കമന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആർക്കും അത് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് പേർക്ക് ഉപകാരപ്പെടുന്നു. അപ്പൊ എനിക്കത് ചെയ്യാൻ പിന്നെയും അല്ലെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ടാവുകയും ഞാനത് പിന്നെയും വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ കുറച്ച് പേർക്ക്, എല്ലാവർക്കും വേണ്ട, ഒരു 10 പേർക്കെങ്കിലും, ഒരു 50 പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് അത്രയും നല്ല കാര്യമല്ലേ? കുറച്ച് പേരെങ്കിലും നമുക്ക് ആ കറക്റ്റ് വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതിന്റെ പറയാം, ലൈക്കോ കമന്റോ ആയിട്ട് ചെയ്യുക. അതാണ് ഏക മാർഗം എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ വീഡിയോ സൈലന്റ് ആയിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ എത്ര പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളത്. എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയാൻ പറ്റും. എത്ര പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഉപകാരപ്പെട്ടു. അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ലൈക്ക് ചെയ്യുന്നത്. ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക, താഴെ കമന്റിൽ പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. യൂസ്ഫുൾ അല്ലെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ ഞാൻ പറയാറില്ല.
ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ താല്പര്യമുണ്ട് ഞാൻ ചെയ്യാം കേട്ടോ, അത്രേ ഉള്ളൂ.